അസ്സലാമലൈക്കും. ഇന്ന് നമ്മുടെ ഓഫീസിലെ ഓണപ്പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ 2 ഓഫീസുകാർ ആയിട്ട് നടത്തുന്ന ഓണപ്പരിപാടിയാണേ. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ പൂക്കളൊക്കെ ഈർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോ ആവശ്യങ്ങൾക്ക് പുറത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ മറ്റേ സെക്കൻഡ് ഓഫീസായ പ്രൈം ഗോൾഡിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഓഫീസിലാണ് അത്തപ്പൂക്കൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. വേണേ ഞാനിന്ന് സാരിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വിശേഷങ്ങൾ സാരിയൊക്കെ ഉടുക്കാറുള്ള കേട്ടോ. അപ്പം വരുന്ന കുറച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പൂവൊക്കെ പറിച്ച് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടുന്നൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അങ്ങനെ പൂക്കളെല്ലാം പറിച്ചെടുത്തിട്ട് നേരെ നമ്മുടെ ഓഫീസിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സ്പേസ് കൂടുതലാണ് കേട്ടോ എൻ്റെ ഓഫീസിൽ. അപ്പോൾ ഇവിടെ ഒരു പൂക്കളം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഒരുവിധം ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ആക്കി എടുത്ത് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നത് ഷീജി എന്ന് പറഞ്ഞാണ് ചേച്ചിയുടെ പേര് കേട്ടോ. ഞങ്ങളുടെ പണ്ടത്തെ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ ഓഫീസിൽ ആദ്യം വർക്ക് ചെയ്തിരുന്നപ്പം ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ചേച്ചിയാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൽ. അപ്പം ചേച്ചി ഞങ്ങളും ഭയങ്കര കൂട്ടാണ്. അന്ന് മുതലേ ഈ ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ ചേച്ചിയുണ്ട്. ചേച്ചി വിശേഷങ്ങൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, തിരക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് ചായ കുടിക്കാൻ പോവും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഞങ്ങളുടേത്. നമ്മളുടെ വയസ്സിന് മൂത്ത ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ അവരുടെ ഒരു പ്രത്യേക വൈബല്ലേ. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കാനും പറയാനും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരാനും പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഓരോരുത്തരുടെയും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് പലതരം രീതിയിലാണല്ലേ. ഞങ്ങളുടേത് ചുരുങ്ങിയ കുറച്ച് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു ഓണപ്പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ഭയങ്കര ബഹളവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഞങ്ങൾ സൈലൻ്റായിട്ട് ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് രാഹുലും ഉണ്ട് കേട്ടോ. രാഹുൽ അപ്പുറത്തെ ഓഫീസിലാണേ. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ അത്തപ്പൂക്കളം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ കേട്ടോ. ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ ഓഫീസിലെ മെയിൻ ഓഫീസേഴ്സൊന്നും സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഓണം കൂടാൻ പറ്റാഞ്ഞത് കേട്ടോ, നമ്മുടെ ഓഫീസിലെ ഓണം. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. അവർക്ക് അറിയാം ഞാൻ എല്ലാ കാര്യങ്ങളും. ഞാൻ മുന്നേ ഓഫീസിലുണ്ടായിരുന്ന സമയത്തും ഞാൻ ഓഫീസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ആയിരുന്നേ. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസ് ഒരിക്കലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ഓഫീസാണ്, ഞാനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഞാനാണ് ഇവിടെ മെയിൻ ആൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ പറയും, അത്രേ ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം താണ്ടെ നമ്മുടെ ഓണസദ്യ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ ഐറ്റമായിട്ട് ഓരോരുത്തർക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ സദ്യ. നമ്മൾ ഉണ്ടാക്കിയതൊന്നും അല്ല, കാരണം എല്ലാവരും ജോലിക്കാരാണ്. അപ്പം അവരുടെ സമയം ഒട്ടും കിട്ടുന്നില്ല. രാവിലെ അത് ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള സമയം ഞങ്ങൾ ഓർഡർ ചെയ്താണ് നമ്മുടെ സദ്യയും കേട്ടോ. സത്യം 8 പേര് ഞങ്ങൾ 5 പേരേ ഉള്ളായിരുന്നു. പക്ഷെ എന്നാലും 12 പേർക്ക് അല്ലെങ്കിൽ 14 പേർക്ക് ഇങ്ങനെ കഴിക്കാനുള്ള സദ്യ അതിനകത്ത് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. നല്ല എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രത്യേക രുചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. എന്നാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരിടമാണ്. നമുക്ക് ഏതാണ്ട് ഒരു 30 ഐറ്റംസ് ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയാലോ, ഞാൻ അത്യാവശ്യം ഒരു ഫുഡിയാണ്. എനിക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഴയിടത്ത് നമുക്ക് നല്ല പോലെ പഴയിടം രുചി ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അവർ സദ്യ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്പൂൺ വയ്ക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നതുമില്ല, അവർ വെച്ചിട്ടുമില്ല കേട്ടോ. നമ്മൾ നമ്മൾ അതറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഏത് രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മുടെ ഇല നിറഞ്ഞു. ഏതാണ്ട് 30 കൂട്ടം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സദ്യക്കകത്തുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഈ കുറേ ഞാൻ 2 വർഷത്തിന് ശേഷമാണ് സദ്യ കഴിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നിൻ്റെ ടേസ്റ്റ് ഇടയ്ക്ക് വിളമ്പുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഓരോന്നിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ പറഞ്ഞില്ലേ നമുക്ക് ഒരുമിച്ചിരുന്ന് ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ടേസ്റ്റ് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ 5 പേരാണ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ 5 പേര് ഒരുമിച്ചിരുന്ന് സദ്യ അങ്ങനെ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാലട പ്രഥമൻ ഉണ്ടായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, അതുപോലെ അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അത് മസ്റ്റല്ലേ, അത് ഓണത്തിലെല്ലാവരും ആക്കുന്നില്ലേ. അങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് വീഡിയോയും കൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും വരും കേട്ടോ. അത് പറഞ്ഞു എൻ്റെ പൊന്നു ഞങ്ങൾ നീ ഫേമസ് ആക്കും, ഞങ്ങൾക്ക് യൂട്യൂബിന് പൈസ തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഓരോരുത്തർ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല സത്യം പറയാൻ പരിപ്പിൻ്റെ കൊടുത്തിട്ടാണ്ട് സാധനം ഇത് സത്യം പറഞ്ഞാൽ ഒരു ക്യാരറ്റ് മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓഫീസിലെ പരിപാടി കഴിഞ്ഞിട്ട് കുറേ ഫുഡ് ബാക്കി വന്നില്ലേ, അപ്പോൾ കുറച്ചൊക്കെ ഞാനീ എടുത്തോണ്ട് വന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ മക്കളെ 2 പേരെ ഇലയിട്ട് കൊടുത്തു. അങ്ങനെ ആ ഓണപ്പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം എൻ്റെ ആമിയുടെ സ്കൂളിലെ ഓണപ്പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുന്നേ ആമി എണീറ്റ് കുളിച്ചു, ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ എണീറ്റ് ആമിക്കെല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. മുല്ലപ്പൂവൊന്നും കിട്ടാനേ ഇല്ല. അങ്ങനെ ഇതൊരു മുല്ലപ്പൂ ഒന്നും അല്ല കേട്ടോ, ഇത് വേറെ ഏതോ ഒരു പൂവാണ്. ഇക്ക രാത്രി പറഞ്ഞു വിട്ടപ്പോൾ ഇക്ക മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൽ പരിപാടിയല്ലേ, അവളെ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഇപ്രാവശ്യമല്ലേ സ്കൂളിൽ പരിപാടിക്കൊക്കെ അവൾ പോകുന്നത്, അതായത് ഓണപ്പരിപാടിക്കട്ടെ. ഞാനില്ലാത്തപ്പോൾ അതുകൊണ്ട് പോയിട്ടൊന്നും ഇല്ലായിരുന്നേ. പിന്നെ വേണ്ടേ ആമി ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസുകളാണ് കേട്ടോ. ഇതറിയാവോ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേമസ് ആയിട്ടിരിക്കുന്നത് ഈ കണ്ണെഴുതുന്നതാണ് കേട്ടോ. അത് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ അതെല്ലാം ആക്കി ആമി ഒന്ന് സുന്ദരി കുട്ടപ്പി ആക്കണ്ടേ. പിന്നെ ഫൈസിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫൈസി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കട്ടോ എന്ന് വെച്ചപ്പോൾ അവൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതിനെ മുണ്ടൊന്നും എടുക്കാതെ അവൻ പാൻറ്റൊക്കെ ഇട്ട് ഒരു ഷർട്ട് മാത്രമേ മേടിച്ചോളൂ. അങ്ങനെ തന്നെ 2 പേരെയും നമ്മൾ ഒരുക്കി ദാണ്ടെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടു നിന്നു. അങ്ങനെ അവരുടെ ഓണപ്പരിപാടിയും ഇതൊക്കെയാണ്. അവിടെ വടം വലിയും അവിടെ പിന്നെ പായസമൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. മക്കളുടെ സന്തോഷമല്ലേ, അവർക്കിങ്ങനെ സ്കൂളിലൊക്കെ പോയി ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ ഓണപ്പരിപാടി അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും